ക്യാരക്ടറിസ്റ്റിക് സയൻസിന്റെ ചാപ്റ്റർ 1 മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്. അപ്പൊ ഫസ്റ്റ് പേജ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ അല്ലെ, ഒരാള് എഞ്ചിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ദിസ് എഞ്ചിൻ ഓഫ് ദിസ് കാർ ഇസ് മാനുഫാക്ചർഡ് ഇൻ ജപ്പാൻ ആൻഡ് അതർ പാർട്സ് ഇൻ ഇന്ത്യ. അപ്പം ഒരു കൊച്ച് അവിടെ നിന്ന് ചോദിക്കുകയാണ്, ഹൗ ക്യാൻ വി പെർഫെക്റ്റ്ലി അസംബിൾ ദ പാർട്സ് മാനുഫാക്ചർഡ് ഇൻ ഡിഫറെന്റ് കൺട്രീസ്. അപ്പൊ പല കൺട്രീസിൽ മാനുഫാക്ചർ ചെയ്ത ഒരു സാധനത്തിന് എങ്ങനെ നമ്മളൊരു കാറിൽ അസംബിൾ ചെയ്തൊരു കാർ അല്ലെ, ഹൗ ഇസ് ഇറ്റ് പോസിബിൾ എന്നൊരു കാര്യമാണ് ആ കുട്ടി ചോദിക്കുന്നത്. അപ്പൊ താഴോട്ട് സംസാരിക്കുന്ന എന്താവരും, ഹാവ് യു നോട്ടീസ് എ ചൈൽഡ് ക്വസ്റ്റ്യൻ, വാട്ട്സ് യുവർ ഒപ്പീനിയൻ, റൈറ്റ് ഇറ്റ്. To solve such problems in our daily life, it is necessary to measure and state the characteristics, properties of the object and phenomena, and such measurable quantities are physical quantities. അപ്പൊ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ത് പറയും, ദാറ്റ് ഈസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പൊ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഉണ്ട്. നമുക്ക് അങ്ങോട്ട് സംസാരിക്കാം അതിനെ കുറിച്ച്. അപ്പം ഒബ്സർവ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഇൻ അവർ ഡെയിലി ലൈഫ്, ഫൈൻഡ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ ഈച്ച് ഓഫ് ദം. അപ്പം ഒരാള് ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ നമ്മുടെ തക്കാളി അല്ലേ, തക്കാളിയുടെ വെയിറ്റ്, ഇപ്പൊ എന്ത് സാധനത്തിന്റെ ആണെങ്കിൽ വെയിറ്റ് എടുക്കുന്നത്. അപ്പം 3.5 കിലോ ആണ് ഇതുള്ളത്. ഇപ്പൊ ഒരാളുടെ ഷർട്ടിന്റെ ലെങ്ത്, കൈയുടെ സ്ലീവിന്റെ ലെങ്ത് എടുക്കുന്നത്, ഇതൊക്കെ എന്താണ്, ഇപ്പൊ ഇയാള് എന്താണ് അതിന്റെ ഡെപ്ത് എടുക്കുകയാണ്. അപ്പം ഇതെല്ലാം എന്താണ്, നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. കാരണം ഇതെല്ലാം മെഷറബിൾ ആണ്. റേസ് നമ്മളിപ്പം എന്താ റേസ് നമ്മൾ ഓട്ട മത്സരത്തിലൊക്കെ ടൈമർ വെച്ചല്ലേ നമ്മൾ സെറ്റ് ചെയ്തത്. ആ ടൈമർ അതവിടെ എന്തൊരു മെഷർമെന്റ് ആണ്. ആ മെഷർമെന്റ് വെച്ചാണ് ജയിക്കുന്ന ആരാണ് നമുക്ക് തീരുമാനിക്കുന്നത് അല്ലെ. അപ്പൊ അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. പിന്നെ ടെമ്പറേച്ചർ എടുക്കുന്നത് അല്ലെ, ഒരാളുടെ ടെമ്പറേച്ചർ എടുക്കുന്നു. ഇവിടെ നമ്മൾ എന്താണ് പ്രഷർ നോക്കുന്നു, BP നോക്കുന്നു. അപ്പം യൂസിങ് എ സ്റ്റോപ്പ് വാച്ച് ഇൻ എ റേസ് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്, ടൈം ആണ് അല്ലേ അത്. ടേക്കിംഗ് മെഷർമെന്റ് ബൈ എ ടൈലർ എടുക്കുന്ന മെഷർമെന്റ് ഏതിലാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ മീറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പൊ മെഷറിംഗ് ബ്ലഡ് പ്രഷർ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ വരും. പിന്നെ മെഷറിംഗ് ബോഡി ഹീറ്റ് ടെമ്പറേച്ചറിൽ കെൽവിനകത്ത് വരും അല്ലെ. ഓക്കെ, അപ്പം പ്രഷർ പാസ്കലിനകത്ത് വരും പ്രഷർ. That's it. In all the above situation, physical quantities help solve the practical problems suitably. അപ്പം അത് സംതിങ്. അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ കുറിച്ചാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. ദർ ആർ മെനി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, എമംഗ് ദം ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ് ഇന്റൻസിറ്റി. അത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണ്. ഇത്രയാണ് നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ്. ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്നും ഡിറൈവ് ചെയ്തിരിക്കുന്ന ക്വാണ്ടിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് നമ്മുടെ എന്താണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വാണ്ടിറ്റീസ്, അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി ഓൾ ഓഫ് ദ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ദിസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. സോ വാട്ട് ഈസ് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി? അപ്പൊ മറ്റുള്ള കുറച്ച് മെഷർമെന്റ്സ് അല്ലെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റീസിനെ നമുക്ക് ഈ ഫണ്ടമെന്റലിന്റെ ബേസിസിൽ നമുക്ക് അതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി and cannot be expressed in terms of other quantities. ഇപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ട്, വേറൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു ക്വാണ്ടിറ്റിയുടെ ബേസിലോ ടേംസിലോ ഇതിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് നമ്മുടെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ ലെങ്ത്, മാസ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി. ഇൻ അവർ ഡെയിലി ലൈഫ് ഡു വി യൂസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഓൺലി. അപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് മാത്രമേ ഉപയോഗിക്കുള്ളൂ? അല്ല, നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏരിയ. അപ്പൊ നമ്മൾ എന്താണ് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഓരോ ഇപ്പൊ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്താണ് സൈഡ് ഇൻറ്റു സൈഡ്. അപ്പം റെക്ടാങ്കിളിലാണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതുപോലെ തന്നെ നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളത്തിന്റെ അല്ലെങ്കിൽ ഇപ്പൊ ഒരു മരുന്ന് തരുമ്പോൾ അതിനകത്ത് നമുക്ക് ഇത്ര അളവിനല്ലേ നമ്മൾ ആ ടോണിക് ഒക്കെ എടുക്കുന്നത്, അതൊക്കെ. അപ്പം അതെല്ലാം എന്താണ് ഈ ഒരു നമ്മുടെ എന്താ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് നിന്ന് ഡിറൈവ് ചെയ്ത കുറച്ച് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ ഫിസിക്കൽ ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട് ഏരിയ. ഫോർ പെയിന്റിംഗ് ദ വോൾ നമുക്ക് എന്ത് വേണം, ഏരിയ വേണം. അപ്പം ഏരിയ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഫൈൻഡിങ് ദ മെത്തേഡ് എങ്ങനെയാണ്, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. അപ്പൊ മെഷർമെന്റ് ഓഫ് മെഡിസിൻ ഓർ ലിക്വിഡ്, അതിന് വോളിയം ആണ് നമുക്ക് വേണ്ടുന്നത്. ആ വോളിയത്തിന് സർക്കംഫറൻസ് ഓഫ് ദ ജാർ ഇൻറ്റു എന്താണ് വേണ്ടുന്നത്, ലെങ്ത് വേണം അല്ലേ.
അപ്പം what are the quantities that here used to find area and volume? All of them are distance between two positions are in there. രണ്ട് എന്താണ് സാധനങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ അതെല്ലാം. ഓക്കെ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പൊസിഷൻസ് റെപ്രസെന്റ്സ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി കോൾഡ് ലെങ്ത്. അപ്പം എന്താണ്, അപ്പൊ രണ്ട് സാധനങ്ങൾ തമ്മിലുള്ള എന്താണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ two positions represents a physical quantity called length. We have used fundamental quantities of length to find the quantities of area and volume. അപ്പം ഈ ഒരു ലെങ്തിന്റെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എടുത്താണ് നമ്മൾ ഏരിയ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ വോളിയം എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കുന്നത്. സച്ച് ക്വാണ്ടിറ്റീസ് ദറ്റ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് യൂസിങ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അപ്പൊ ഒരു ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് യൂസിങ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് കോൾഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. നൗ റൈറ്റ് ഡെഫിനിഷൻ ഫോർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എഴുതാൻ പറ്റുമല്ലോ. ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. See how the mass is marked on a gas cylinder. Mass marked on cylinder is equal to dash kilogram. എത്ര കിലോഗ്രാം ആണ്? 14.2 അല്ലേ? Here the physical quantity of mass is indicated using a numerical value, magnitude and a unit kilogram. ഇപ്പൊ ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ നമ്മളൊരു യൂണിറ്റ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്ത് ദാറ്റ് ഇസ് കിലോഗ്രാം അല്ലെ. അപ്പം നമ്മളിപ്പം ഒരു ഡ്രസ്സിന്റെ ലെങ്ത് എടുക്കുമ്പോൾ ഇത്ര മീറ്റർ എന്ന് നമ്മൾ പറയും. അപ്പൊ ആ ഒരു യൂണിറ്റ് ഉപയോഗിച്ച് നമ്മൾ ഒന്നിനെയും എന്ത് ചെയ്യുന്നുണ്ട്, സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ സിമിലർലി കംപ്ലീറ്റ് ടേബിൾ വിത്ത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ടെമ്പറേച്ചറും ഇവിടെ എന്താണ് ലെങ്തും ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത് ലിറ്റർ, കിലോഗ്രാം. ഓക്കെ, ഇനി യൂണിറ്റ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ ഇത്രയും നേരം ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്താണ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്താ, ഇതെല്ലാം നോക്കി. ഇനി നമ്മൾ ഇതിന് യൂണിറ്റ്സ് ഉണ്ട്, നമ്മൾ ഓരോന്നിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഓരോ യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ അതിനെക്കുറിച്ചാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പോകുന്നത്. മാർക്ക് ദ ഹൈറ്റ് ഓഫ് എ ചൈൽഡ് ഇൻ യുവർ ക്ലാസ് ഓൺ ദ വാൾ യൂസിംഗ് എ പെൻസിൽ. ഈച്ച് വൺ ഇൻ ദ ക്ലാസ് മേ മെഷർ ദ ഹൈറ്റ് ഓഫ് യൂസിംഗ് 2 sticks ഓഫ് ഡിഫറെന്റ് ലൈൻസ്. റെക്കോർഡ് ദ മെഷർമെന്റ്സ് ഇൻ യുവർ സയൻസ് ഡയറി. സംതിങ് ബ്ലാ ബ്ലാ. അതായത് എന്താണ്, ഒരു കുട്ടിയുടെ ലെങ്ത് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരു സ്കെയിൽ വെച്ച്. ആ തലയുടെ ഇവിടെ വെച്ച് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റുമല്ലോ. മെഷർ ദ വാട്ടർ in it and with 2 glass of different size. Write down the measurements in the science diary. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ നോക്കാം. റെക്കോർഡഡ് ക്വാണ്ടിറ്റീസ് ആണ് കൊടുക്കേണ്ടത്. മെഷറിംഗ് ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ ചൈൽഡ്, ലെങ്ത്, ലോങ്ങർ സ്റ്റിക്ക്, ഷോർട്ട് സ്റ്റിക്ക്, മെഷറിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. അപ്പം വലുതേത്, വോളിയം, ലാർജർ ഇതിന്റെ വോളിയം എത്രയാണ്, സ്മോളറിന്റെ വോളിയം എത്രയാണെന്ന് എഴുതാം. അപ്പം ഇൻ ബോത്ത് കേസസ് ആർ ദ മെഷർമെന്റ് ഓഫ് ദ സെയിം. വൈ ആർ ദ മെഷർമെന്റ്സ് നോട്ട് ഈക്വൽ അല്ലെ, അങ്ങനെയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. വെൻ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇസ് മെഷേർഡ് എനിവെയർ ഇൻ ദ വേൾഡ് ദ മെഷർ ഷുഡ് ബി ദ സെയിം, റൈറ്റ്. അപ്പൊ നമ്മൾ എല്ലായിടത്തും, നമ്മളിപ്പോ കേരളത്തിൽ അളക്കുന്ന അതേ മെഷർമെന്റ് ആയിരിക്കണം ഇപ്പൊ പോയി നമ്മൾ എവിടുന്ന് അമേരിക്കയിൽ അളക്കുമ്പോഴും. അതുപോലെ എന്താണ്, ആ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് വേണം അല്ലെ. ഈ യൂണിറ്റ്സിന് നമ്മളിപ്പോ മെഷർമെന്റ്, നമ്മൾ ഇവിടെ പോയി ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു ബാംഗിൾ മേടിക്കണം. ഇപ്പൊ ഗൾഫിലുള്ള നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറയാണ് നമുക്കൊരു ബാംഗിൾ മേടിച്ചുകൊണ്ട് വരാൻ. അപ്പൊ ആ ബാംഗിൾ നമ്മൾ ഇവിടുന്ന് ഒരു അളവ്, നമ്മൾ ഇവിടെ കേരളത്തിൽ നിന്ന് ഒരു അളവ് പറഞ്ഞിട്ട് ഇത്ര മീറ്റർ എന്ന് പറയുമ്പോൾ അവിടുത്തെ മീറ്റർ വേറെ ആണെങ്കിൽ നമുക്ക് ഹൗ ഇസ് ഇറ്റ് പോസിബിൾ അല്ലെ. അപ്പം കറക്റ്റ് സൈസ് കിട്ടും ഇല്ല. അപ്പൊ നമുക്കൊരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് സിസ്റ്റം വേണം. അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്ന ടോപ്പിക്. യൂണിറ്റ് ഇസ് എ സ്റ്റാൻഡർഡൈസ്ഡ് റെഫറൻസ് അക്സെപ്റ്റഡ് യൂണിവേഴ്സലി ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ എന്ത് ചെയ്യും, റെഫർ ചെയ്യാനായിട്ട്, സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് റെഫറൻസ് ചെയ്യാനായിട്ട് യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് സിസ്റ്റം ഉണ്ട്. അപ്പം ഇൻ ദ പാസ്റ്റ് ഡിഫറെന്റ് യൂണിറ്റ്സ് വർ യൂസ്ഡ് ഫോർ മെഷർമെന്റ്സ് ആൻഡ് റെക്കോർഡിംഗ്സ് ഇൻ ഈച്ച് റീജിയൻ. പണ്ടൊക്കെ പല സാധനങ്ങളൊക്കെ ഉപയോഗിച്ചായിരുന്നു നമ്മൾ മെഷർമെന്റ് ഒക്കെ. ഇപ്പൊ 1 feet, 1 foot, 1 cubit, 1 hand span അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ മെഷർമെന്റ് ഒക്കെ പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡിഫറെന്റ് യൂണിറ്റ്സ് വെർ ഓൾസോ യൂസ്ഡ് ഇൻ അതർ കൺട്രീസ്. വാട്ട് വുഡ് ബി ദ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഓഫ് ദീസ് യൂണിറ്റ്സ്. അപ്പം ഇതിന്റെയൊക്കെ മെയിൻ കുഴപ്പമെന്ന് വെച്ചാൽ, ഇപ്പൊ ഇതിന്റെ ഒക്കെ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഒക്കെ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ പറയാം. ലോ ആക്യുറസി, ഡിഫിക്കൽട്ടി ഫോർ ദ പീപ്പിൾ ഇൻ അതർ റീജിയൻസ് ടു അനലൈസ്. അപ്പൊ വേറൊരു റീജിയനിലുള്ള ഒരാൾക്കും അത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് അനലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് പറയാൻ പറ്റും. ലോ ആക്യുറസി ലോ ആണ്. ഓക്കെ,
പ്രാക്ടിക്കലി എന്താണ് ഇമ്പോസിബിൾ ആണ്. പ്രാക്ടിക്കലി നോക്കുമ്പോൾ അത് അത്ര ശരിയല്ല, ഒരുപാട് ഡിസഡ്വാൻറ്റേജ് അതിന് വരും. ബട്ട് ടുഡേ ദ യൂണിറ്റ് മീറ്റർ ഈസ് യൂസ്ഡ് എവറിവെയർ ഇൻ ദ വേൾഡ് ടു മെഷർ ദ ലെങ്ത്. പക്ഷെ ഇന്ന് എങ്ങനെയാ അതൊക്കെ മാറി, നമ്മൾ 1 feet ഒന്നല്ല പറയുന്നത്. ഇപ്പൊ മീറ്റർ എന്ന് പറയുന്ന ഒറ്റ യൂണിറ്റ് ആണ് നമ്മൾ ഓൾ ഓവർ ദ വേൾഡ് ലെങ്ത് എന്ന് പറയുന്ന ഒരു സാധനത്തിന് മെഷർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇത്ര മീറ്റർ നമ്മൾ അങ്ങനെയാ പറയുന്നത്. അപ്പം ദീസ് ആർ ദ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് യൂണിറ്റ്സ് ഫോർ ഓൾ അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ദിസ് ഈസ് കോൾഡ് ഇന്റർനാഷണൽ ISA International System of Units, abbreviated as SI units. SI units എന്ന് നമ്മൾ പറയുന്ന ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിന്റെ അണ്ടറിൽ വരുന്നതാണ് എന്തെന്നൊക്കെ പറയുന്നത് നമ്മുടെ മീറ്റർ അല്ലെ, ലെങ്തിന്റെ മീറ്റർ ഒക്കെ. അപ്പം മെഷർമെന്റ് യൂസിങ് ദ SI units always have a universal result ആണ്. അപ്പോൾ all over the world സെയിം ആയിരിക്കും. Different units are required for the same physical quantities in various quantities. Larger units are used for large quantities and smaller units for small quantities. അപ്പം ഡിഫറെന്റ് യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ആണ്. SI യൂണിറ്റ് ഓഫ് ലെങ്ത് ഇസ് മീറ്റർ. എന്താണ് ലെങ്തിന്റെ SI യൂണിറ്റ് എന്താണ്, മീറ്റർ ആണ്. അതിന് നമ്മൾ എങ്ങനെയാണ് സിമ്പൽ M. അപ്പൊ സെന്റിമീറ്റർ, മില്ലിമീറ്റർ, കിലോമീറ്റർ എക്സെട്ര അതർ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്. ലെങ്തിന്റെ മറ്റുള്ള യൂണിറ്റ്സ് ഏതൊക്കെയാണ്? സെന്റിമീറ്റർ ഉണ്ട്, മില്ലിമീറ്റർ ഉണ്ട്, കിലോമീറ്റർ ഉണ്ട്, അങ്ങനെ പോലെ ഹെക്സ, ഡെസി അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ല. അപ്പൊ മീറ്റർ ആണ് അതിന്റെ SI യൂണിറ്റ്. എന്താണ്? മീറ്റർ ആണ്. അപ്പൊ 1 meter is equal to 100 centimeter. 1 centimeter is equal to അല്ലെ, നമുക്ക് മില്ലി, സെന്റി, ഡെസിമീറ്റർ, ഡെക്ക, ഹെക്ടോ, കിലോമീറ്റർ. അപ്പൊ അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം 1 meter എത്ര സെന്റിമീറ്റർ ആണ്? 100 centimeter ആണ്. അപ്പൊ ഒരു സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സ്കെയിൽ നമുക്ക് എത്ര 15 വരെ പോകും അല്ലെ. അപ്പൊ എത്ര സെന്റിമീറ്റർ ആണ്? ടേക്ക് എ മീറ്റർ സ്കെയിൽ ഫോർ ദ സയൻസ് ലാബ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ലാർജ് ലൈൻസ് ഇസ് ഇൻ 1 centimeter and ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്മോൾ ലൈൻസ് ഇൻ 1 millimeter എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ദ ടേം ലൈറ്റ് സ്പീഡ് ഈസ് യൂസ്ഡ് ടു റെഫർ ടു എ വെരി ഹൈ സ്പീഡ്. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്? ദ ലൈറ്റ് ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കി വെച്ചേക്കാം കേട്ടോ. SI unit of length, the distance traveled by light in 1 second is equal to, ഒരു സെക്കൻഡിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് എത്ര മീറ്റർ ആണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് എഴുതാം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ സെക്കൻഡ് എന്ന് പറയുന്നത് 1 meter ആണ് കേട്ടോ. എത്ര സെക്കൻഡിൽ 1 meter ആണ് ട്രാവൽ ചെയ്യുന്നത്. 1 എടുത്തേക്കാണ് ഇതിന്റെ. അപ്പം the sale of plastic bags below 30 micron is prohibited in shops within the limit of the municipality with effect from മൈക്രോമീറ്റർ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അബ്രിവേഷൻ ഓഫ് മൈക്രോമീറ്റർ. അപ്പൊ 1 meter എന്ന് പറയുന്നത് എത്ര മൈക്രോമീറ്റർ ആണ്? ദാറ്റ് ഈസ് 10 lakh അല്ലെ. 10 lakh മൈക്രോമീറ്റർ ആണ് എന്ന് പറയുന്നത് 1 meter എന്ന് പറയുന്നത്. There are also situations where we need യൂണിറ്റ്സ് ലാർജർ ദാൻ മീറ്റർ. മീറ്ററിനേക്കാളും വലുത് വേണം. കാരണം കിലോമീറ്റർ, എത്ര കിലോമീറ്റർ, നമ്മൾ ഡിസ്റ്റൻസ് ഒക്കെ കൂടുതലും കിലോമീറ്റർ വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ഇത്ര 1000 meter എന്നൊക്കെ എഴുതി വെച്ചതിനേക്കാളും നല്ലത് എന്താണ്? കിലോമീറ്റർ ആണ്. ഓക്കെ. ആർ ദീസ് സിറ്റുവേഷൻസ് വേർ വി സിമിലർ സെയിൽ ഓഫ് ദ സോളാർ സിസ്റ്റം ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അപ്പൊ നെക്സ്റ്റ് നമ്മളിപ്പോ ഇത് പഠിച്ചിട്ട് ഒരു വർക്ക് പോലെ നിങ്ങൾ ചെയ്യണത് 1 meter എത്ര സെന്റിമീറ്റർ ആണ്, 1 kilometer എത്ര മീറ്റർ ആണ്, 1 meter എത്ര കിലോമീറ്റർ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക, പഠിച്ചു വെക്കുക. Astronomical unit AU is average distance from the earth to the sun. It is approximately 150 million kilometer. എത്രയാണ്? 150 million kilometer ആണ് ഡിസ്റ്റൻസ് ഫ്രം എർത്ത് ടു സൺ എന്ന് പറയുന്നത്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് AU ആണ് അവരുടെ ആവറേജ് ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അവരുടെ എത്രയാണ്? അപ്രോക്സിമേറ്റ്ലി 150 million kilometers ആണ്. A light year is a distance travels in a year in vacuum. Light travels at a speed of 300,000 kilometer per second. Per സെക്കൻഡിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡാണ്. പിന്നെ ലൈറ്റ് ഇയർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ട്രാവൽസ് ഇൻ ഇയർ ഇൻ വാക്യൂം. ഈ വാക്യൂമിൽ നോക്കുമ്പോൾ എന്താണ്? ലൈറ്റ് ട്രാവൽസ് ഇൻ ഇയർ, ഒരു വർഷം ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതാണ്. ഇൻ വാക്യൂം ആണ് നമ്മുടെ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പൊ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത് ടു ദ സൺ. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 150 million kilometer. Light year is the distance light travels in a year in vacuum. Light travels at a speed of approximately 300,000 kilometer per second. നെക്സ്റ്റ് ഡിഫറെന്റ് യൂണിറ്റ്സ് ഓഫ് മാസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഇപ്പൊ ലെങ്തിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിയല്ലേ, പിന്നെ മാസിന്റെ ആണ് നോക്കാനുള്ളത്. കുറച്ച്
നമുക്ക് 2 പാർട്ടും കൂടെ ആകുമ്പോഴത്തേക്കും ഈ ചാപ്റ്റർ തീരും. താങ്ക് യു.